ഇത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ്. ഇയാളെ കൂടുതൽ വളർത്തിട്ടുണ്ടോ? എന്നെ ആദ്യമായിട്ട് കാണുന്ന പറയപ്പോൾ എന്റെ സ്വഭാവം നിനക്കറിയത്തില്ല. കാലവാറിയ നിലത്തടിക്കും. എന്നോടാ കളി? ഈ ഫീൽഡ് ഞാൻ വന്നിട്ട് ഇന്നലെ ഒന്നും വന്നല്ല, കുറെ വർഷങ്ങളായി വന്നടാ. എടാ നിനക്ക് എന്റെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ, എന്റെ മറ്റൊരു മുഖം നീ കണ്ടിട്ടില്ല. കള്ളമാണോ? ദേഷ്യം വരായിരിക്കത്തില്ല. അതെ, വേറൊരു മുഖം ഉണ്ടെന്നോ? ഉണ്ട്. ഏത് പുതിയ മുഖം? പുതിയ മുഖോ? ആ, ഞാൻ ഈ താടിയും മീശ എല്ലാം അങ്ങ് വടിച്ചു കളയും. വേണമെങ്കിൽ മുട്ടയടിക്കും. അപ്പൊ വേറൊരു മുഖമായില്ലേ? കടക്കാരെ പേടിക്കാതെ നടക്കാമല്ലോ. അല്ല, എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താ എന്റെ മോനെ, ഞാൻ ഒരുപാട് ഫീൽഡിൽ ഒരുപാട് ജോലി ചെയ്തിട്ടാണ് ഞാൻ അവസാനം തിരഞ്ഞെടുത്താണ് ഈ കാർ ഫീൽഡ്. ഒരുപാട് ജോലി ഞാൻ അതുപോലെ കഷ്ടപ്പെട്ട് ചെയ്ത അവസാനം എനിക്ക് കംഫർട്ടായി തോന്നിയത് കാർ ഫീൽഡാണ്. അതെ, നല്ല ഫീൽഡാണല്ലോ. ആ, നല്ല ഫീൽഡല്ലേ. ഞാനിവിടെ കാർ കൊണ്ടിട്ടപ്പം ആ ക്യാമറാമാൻ എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ? കാർ ഫീൽഡിൽ നിന്ന് മാറണമെന്ന്. കാർ ഫീൽഡിൽ നിന്ന് മാറണമെന്ന് ഇവനാണോ തീരുമാനിക്കുന്നത്? ഇവന്റെ ക്യാമറ എടുത്തോണ്ട് അവിടെ നിന്ന് മാറാൻ പറ. അതല്ലെന്നേ, കാർ ഫീൽഡാണ്, അവിടെ നിന്ന് മാറാനാ പറഞ്ഞ. കാർ ഫീൽഡിൽ നിന്ന് മാറാനാ പറഞ്ഞ. അത് ശരി. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കെട്ടാണ്. ഞാൻ മാറാം, നിങ്ങളെന്നാ എനിക്ക് വേറെ ജോലി താ. നിങ്ങൾ വേറെ ജോലി താ നിങ്ങൾ മിസ്റ്റർ. അയ്യോ, അതല്ലാന്ന്. ഏതല്ലെന്ന്? നമ്മൾ ഈ ഷൂട്ടിംഗ് നടക്കുമ്പോ ക്യാമറയുടെ ഒരു ഫീൽഡ് ഇല്ലേ? ക്യാമറയുടെ ഫീൽഡോ? ആ ഫീൽഡിൽ നിന്ന് ചേട്ടന്റെ കാർ ആ ഫീൽഡിൽ വന്നോണ്ടത് മാറ്റിയിടാൻ പറഞ്ഞതാ, അല്ലാതെ ഈ കാർ ഫീൽഡിൽ നിന്ന് മാറാൻ പറഞ്ഞ അല്ല. ആ, ഞാൻ ക്യാമറയുടെ മുന്നിൽ നിന്ന് മാറണം. അത് പറഞ്ഞതാ, അതിന്റെ ഫീൽഡ് എന്നാ പറയുന്നത്. ഇത് പറഞ്ഞു തരണ്ട. ഞാൻ ഈ കാർ ഓടിച്ച് നടക്കുന്നത്, എനിക്ക് ഫീൽഡ് ഏതാ എന്നൊക്കെ നമുക്കറിയാവോ? അല്ല, ചേട്ടൻ നേരത്തെ വേറെ ഏതോ ഫീൽഡ് ആയിരുന്നില്ലേ? അതെ, ഞാൻ വേറെ ഫീൽഡായിരുന്നു. ഒരുപാട് ഞാൻ ജോലി ചെയ്തിട്ടാണ് അവസാനം ഇത് തെരഞ്ഞെടുത്തത്. മോനെ, നമ്മൾ ഒരു കാര്യം, നമ്മൾ ഒരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം ദോഷമായിട്ടേ വരത്തുള്ളൂ. അയ്യോ, അതെന്ത് പറ്റി? മിച്ചം പിടിക്കാൻ പാടില്ല എന്നാണ് ഇപ്പം എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് വന്നത്. അതായത് നമ്മളിപ്പോ ഒരു കല്യാണം നടത്തി. കല്യാണം നടത്തുമ്പോൾ സദ്യ ഗംഭീരമായിട്ട് നടത്തണമല്ലോ. ഈ സദ്യ ഒരല്പം മിച്ചം വരുമ്പോ നമുക്ക് സന്തോഷമല്ലേ? അതാണ് കാരണം. ഇത് തികയാതെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ദോഷമാവുമല്ലോ. അപമാനമല്ലേ? നാണക്കേടല്ലേ? അല്ലേ? അതുപോലെ തന്നെ നമ്മളൊരു കെട്ടിടം പണിഞ്ഞു. കെട്ടിടം പണിഞ്ഞു 2-3 ചാക്ക് സിമന്റ് അധികം വന്നു. സന്തോഷമാണോ ഉണ്ടാകുന്നത്? അതെ, ആ വാർപ്പിന്റെ സമയത്ത് അങ്ങനെ തികഞ്ഞില്ലെങ്കിൽ വലിയ പ്രശ്നമാവുമല്ലോ. ചിറ്റിച്ചാടി നടക്കണ്ടേ? അതെ, ആ സമയത്ത് ഇത് മേടിക്കാൻ പോകാൻ പറ്റില്ല. അങ്ങനെ ഞാൻ മിച്ചം ഉണ്ടാക്കി കൊടുത്തതിനാണ് എന്നെ പറഞ്ഞു വിട്ടത് ആ ജോലി. എന്തായിരുന്നു ജോലി? അപ്പൊ തമ്പിയണ്ണന്റെ വർക്ക്ഷോപ്പിലായിരുന്നു എനിക്ക് ജോലി. അപ്പൊ ഒരു സ്വിഫ്റ്റ് കാർ കൊണ്ട് തന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ അതിന്റെ പണി ഒന്ന് നോക്കടാന്ന് പറഞ്ഞു. അതിന്റെ കംപ്ലൈന്റ് നോക്കാൻ പറഞ്ഞു. ഞാൻ ചെന്ന് എല്ലാ സാധനങ്ങളും അടിച്ച് വെളിയിലിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ 2-3 സാധനം മിച്ചം വന്നു. ഏതൊക്കെയായിരുന്നു? അത് ആശാന് വേണമെങ്കിൽ വേറെ കാർ ഫിറ്റ് ചെയ്യായിരുന്നു. ശരിയാണല്ലോ. ഏതൊക്കെയായിരുന്നു സാധനങ്ങള്? ആശാൻ പറഞ്ഞത് ക്ലച്ച്, ഗിയർ, എഞ്ചിൻ, മിച്ചം വന്നു. ഒരു ഉപകാരം ചെയ്യാൻ പറ്റില്ല, അതാണ് കുഴപ്പം. നിങ്ങളെ ഈ ഫീൽഡ് തന്നെ, കാർ ഫീൽഡ് തന്നെ നല്ല. പക്ഷെ നിന്റെ മദ്യപാനം ശരിയല്ല. എന്റെ മദ്യപാനം ശരിയല്ലേ? ആര് പറഞ്ഞു നിന്റെ മദ്യപാനം ശരിയല്ല? ഇന്നലെയൊക്കെ സത്യം പറഞ്ഞുണ്ടല്ലോ, ഞാൻ കട്ടക്ക് അടിക്കത്തില്ല. വെള്ളമോ ഐസോ വിടാതെ ഞാൻ ഈ സാധനം അടിക്കത്തില്ല. അത് ശരിയായ രീതിയാണെന്നാണ് എന്റെ അറിവ്. പോലും ഞാൻ ഉപയോഗിക്കത്തില്ല. അതല്ല പറഞ്ഞത്. ഇന്നലെ നീ 6:60 പോണുണ്ടല്ലോ വണ്ടി ഓടിച്ചോണ്ട് മദ്യവെച്ചിട്ട് സ്പീഡിൽ പോയത്. അതാണോ കുഴപ്പം? അത് അപകടം ഉണ്ടാവൂലേ റോഡില്. അപ്പൊ റോഡിൽ അപകടം ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കള്ളു കുടിച്ചോണ്ട് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ വീട്ടിലെത്താവല്ലോ. റോഡിൽ കിടക്കേണ്ട കാര്യമില്ലല്ലോ. അതിന് ഞാൻ 100 പോയതാണ്. ഇതും തെറ്റ്, എല്ലാം തെറ്റ്. ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റ്. എന്റെ പൊന്നേ. അല്ല, ഇപ്പൊ ഇവിടെ ഷൂട്ട് നടക്കുക. അപ്പൊ ചേട്ടൻ എന്താ ഇവിടെ? ഞാനെന്താ ഇവിടെന്നോ? ഭയങ്കര രസമാണ്. ഞാൻ തലയ്ക്ക് വെളിവില്ലാത്ത ഒരു പെണ്ണുമ്പിള്ളയും ഒരു കിഴങ്ങൻ ഭർത്താവിനെയും കൊണ്ട് നിങ്ങളുടെ ഷൂട്ടിങ് കാണാൻ കൊണ്ടുവന്നതാ. അയ്യോ, ആ പെണ്ണുമ്പിള്ള കാറിനകത്ത് കാണിച്ച കിടന്ന സർക്കസ് ഒന്നും പറയണ്ട. തമ്പാനൂരിൽ ഇവിടെ വരെ ഞാൻ ഒരു 2000 രൂപ അങ്ങ് മേടിച്ചു. ചേട്ടാ, 100 രൂപയുടെ ഓട്ടോ അല്ലേ? മാക്സിമം 200 രൂപ മേടിക്കാം. 200 രൂപയുള്ളൂ. എന്തിനാ 2000 രൂപ മേടിച്ച്? എയർപോർട്ട് ഞാൻ 10 പ്രാവശ്യം കൊണ്ട് കാണിച്ചു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എയർപോർട്ടിനെ ചുറ്റിച്ചു 10 തവണ കൊണ്ട് കാണിച്ചു. അപ്പൊ അവരെന്നോട് ചോദിക്കുക, തിരുവനന്തപുരത്ത് 10 എയർപോർട്ട് ഉണ്ടോന്ന്. ഞാൻ പറഞ്ഞു 10 അല്ല 20 ഉണ്ട്. തിരിച്ചു പോകുമ്പോ ഞാൻ കാണിക്കാമെന്ന്. ഇതപ്പോ കഴിയും. 1.5 മണിക്കൂർ കഴിയും ചേട്ടാ. 1.5 മണിക്കൂർ കഴിയുമ്പം 1.5 മണിക്കൂർ കഴിയില്ല. അപ്പൊ ഞാൻ പോയിട്ട് അന്നേരം വരാം. കാരണം 2000 രൂപയുടെ മേടിക്കാനുണ്ട്. അയ്യോ, ശ്രുതയല്ലേ? അതെ. ഈ പെയിന്റ് അടിച്ചു കഴിഞ്ഞപ്പോ ആള് മാറിപ്പോയല്ലോ. ഇങ്ങനല്ല ആള്, ഇങ്ങനല്ല. ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. ഇവിടുന്ന് ഞെട്ടുമല്ലേ, ഇപ്പൊ എന്നെ ഞെട്ടിച്ച്. എന്താ സംഭവം എന്നറിയോ? രാവിലെ തമ്പാനൂർ വെച്ച് കണ്ട സ്റ്റുഡിയോ കൊണ്ട് വിടണമെന്ന് പറഞ്ഞായിരുന്നു. ബാഗ് കയറ്റി വെച്ചിട്ട് വേഗം സ്റ്റുഡിയോയിലോട്ട് വിട്ടോളാന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ നോക്കിയപ്പോൾ ആളില്ല, ബാഗ് മാത്രമേ ഉള്ളൂ. ഒരു 5000 രൂപ അതിന് ചേർത്ത് ഞാൻ മേടിച്ചോളാം കേട്ടോ. വണ്ടിക്കൂലി. പിന്നെ രണ്ടാമത് വേറെ ടാക്സി വിളിച്ചാണ് വന്നത്. 5000 രൂപയുടെ ഞാൻ 5 രൂപ പോലും കൊടുക്കാൻ പോണില്ല. അല്ല, ബാഗ് ഇവിടെ കൊണ്ടുവന്നു പറയുന്നത് സത്യമാണോ? അത് സത്യം. ഇന്ന് ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയെ ധന്യമാക്കാൻ എത്തുന്നത് ഒരു സാഹസികനാണ്.
ഈ സാഹസികനെ പറ്റി പറയുന്നതിന് മുമ്പ് ദ വാക്ക് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സിനിമയെ പറ്റിയിട്ടാണ് പറയേണ്ടത്. അതെ. ആ വാക്ക് എന്ന് പറയുന്ന സിനിമയിൽ പഴയ ട്വിൻ ടവേഴ്സ് ഉണ്ട്. ആ ട്വിൻ ടവേഴ്സിന്റെ മുകളിലായിട്ട് ഒരാൾ രഹസ്യമായിട്ട് കയറി ഒരു കയറ് കെട്ടി അതിലൂടെ നടന്നിട്ട് അത്ഭുതം കാണിച്ചു. അതിനുശേഷം അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് സിനിമയിൽ കാണിക്കുന്നത്. ഈ രാജേഷും അത്തരത്തിലുള്ള ഒരാളാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നീളം കൂടിയ പാലത്തിൻ്റെ ആ കൈവരിയുടെ മുകളിലൂടെ അദ്ദേഹം രണ്ട് കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നടന്ന് അങ്ങേറ്റവും ഇങ്ങേറ്റവും ഓടും. ചിലപ്പോൾ ആ പാലത്തിൻ്റെ ഏറ്റവും ഉയരമുള്ള ഭാഗത്ത് കയറിയിട്ട് എന്ന് വെച്ചാൽ എത്രയെങ്കിലും ഹൈറ്റുള്ള സ്ഥലത്ത് നിന്ന് തലയും കുത്തി അങ്ങ് നിന്ന് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറൊക്കെ അങ്ങനെ നിൽക്കും. എന്ന് പറഞ്ഞാൽ സാഹസികതയാണ്. ഇതിന് എന്ത് ഭവിഷ്യത്താണ് വരുന്നതെന്നൊന്നും പുള്ളി ആലോചിക്കില്ല. പക്ഷെ അങ്ങനത്തെ ഒരു സാഹസികനാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോ ഇന്ന് എന്താണ് ചെയ്യേണ്ടത് സാഹസികമായി ചെയ്യാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു സാഹസികന്റെ മനസ്സ് എങ്ങനെയാണ് സഞ്ചരിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. അത് ഇന്ന് എന്താണ് ഇവിടെ ആക്ട് ചെയ്യുന്നതെന്നും നമുക്ക് ഒരു ഐഡിയ ഇല്ല. നമുക്ക് കാണാം. സ്വാഗതം രാജേഷ് മാർത്താണ്ഡം.